ശ്രീ ജോർജ് ജോസഫ്, നമ്മളിപ്പോൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ലഹരി കേസുകളുടെ ഒരു നിര തന്നെയാണുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരു അമ്മ മകനെ പോലീസിൽ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ്. ആ വീട്ടിൽ ആ അമ്മ സഹിച്ച സഹനം എന്ന് പറയുന്നത് നമ്മൾക്ക് കേട്ടിരിക്കാൻ സാധിക്കാത്തത്രത്തോളമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ലഹരിയുടെ കടിഞ്ഞാൺ പിടിച്ചു കെട്ടേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ആ അമ്മ ഏതായാലും നല്ലൊരു അമ്മയായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരു കൊലപാതകം നടക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത് പ്രിവെന്റ് ചെയ്തിരിക്കുന്ന അമ്മ സംയോജിതമായി ഒരു അമ്മ ഇടപെട്ടിരിക്കുന്നു. ഈ പയ്യൻ 18-22 വയസ്സുണ്ടെങ്കിൽ ലഹരിക്കടിമയാണ്. ഇതിനു മുമ്പ് നേരത്തെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം വന്നിട്ട് നല്ലതായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് വീണ്ടും ലഹരിയിലോട്ട് അവൻ പോയി കഴിഞ്ഞിട്ട്. കാരണം ഇതൊരു പാഠമാണ് നമുക്ക്. കാരണം ഇതാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ പല വീടുകളിലും ഇതുപോലെയുള്ള കുട്ടികളുണ്ട്. അവര് അപ്പനും അമ്മയും അത് മൂടി വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരിക്കലും ഇത് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ വലിയ പാടാ തിരിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ അവർക്ക് വിശ്വാസമുള്ള പോലീസിനെ വിളിച്ചിട്ട് പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് വിശ്വാസമുള്ള 2 പേരെ പറഞ്ഞിരിക്കണം. കാരണം അപകടം ഉണ്ടാവും. പോലീസിൽ അറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അക്രമാസക്തനായി ഇവരെ കൊല്ലുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അമ്മമാരെ ഇതുപോലൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്കറിയാം അപ്പാന്റെ കേസിനകത്ത് അമ്മ മകനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. മകന്റെ ഈ രീതിയിലുള്ള ആക്രമണം വരെ കൊന്നൊന്നും അമ്മ അറിഞ്ഞില്ല. ഇപ്പം അവഞ്ഞാർമൂട് പോലീസും അവരെടുത്ത ആ അമ്മ ആ ട്രാക്ക് മാറി ഇപ്പം സത്യം എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോലീസിന് മൊഴി കൊടുക്കാൻ തുടങ്ങി. അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള കുട്ടികൾ പല വീടുകളിലുണ്ട്, അക്രമാസക്തമാകുന്നുണ്ട്. അമ്മമാരെ പണം കൊടുക്കുക. അപ്പാന്റെ കേസ് ക്രിട്ടിക്കലാണ്. അമ്മയെ ഭീഷണിപ്പെടുത്തി പണം ഒത്തിരി വായിച്ചോ പോയ പയ്യനാണത്. അപ്പൊ അതുപോലെ ഒരു പയ്യൻ തന്നെയാണ് ഇവിടെ. അവന് ഏത് വിധത്തിലും അവരെ പണം കിട്ടിയില്ലെങ്കിലേ കൊല്ലാൻ നോക്കും. അതിന് യാതൊരു സംശയമില്ല. അതിന് തൽക്കാലം അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതേപോലെയുള്ള കാസർഗോഡ് പോകാൻ തുടങ്ങുന്ന നമ്മുടെ വീടുകളിലെല്ലാം ഒരു 10 വീട് എടുക്കാൻ 2 വീടിലേക്ക് ഇതുപോലുള്ള പയ്യന്മാരുണ്ട്. അതുകൊണ്ട് അമ്മമാരും അപ്പന്മാരും ശ്രദ്ധിക്കണം, സഹോദരങ്ങളും ശ്രദ്ധിക്കണം. ഒന്നും പേടിക്കരുത്. നിങ്ങൾ അതിന് കൃത്യമായ പോലീസിനെ അറിയിച്ചിട്ട് അവനെ പെട്ടെന്ന് പിടിച്ചോണ്ട് പോകണം. വീട്ടിൽ അറിയിച്ചിട്ട് 5-6 ദിവസം അതിന്റെ പുറകെ നടത്താൻ പറ്റില്ല.